മരണത്തിലും ഇണപിരിയാതെ പോകുന്ന സുഹൃത്തുക്കളുടെ കഥ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കും. സുഹൃത്തുക്കളുടെ കഥ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സും വേദനിക്കും. നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. അവരുടെ ജീവനും നമ്മുടെ ജീവനും എല്ലാം തന്നെ പ്രാർത്ഥിച്ചു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതത്തിൽ അവർ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ നമുക്ക് മരണം സംഭവിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു യാദൃശ്ചികമായ കാര്യവും അതേസമയം എല്ലാവരെയും കേൾക്കുന്നവരെയും കാണുന്നവരെയും ഒക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സംഭവിച്ചിരിക്കുന്നത്. ആകാശിന്റെ കാര്യത്തിലും സുഹൃത്ത് സുർജിത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവം. മരണം ഇപ്പോൾ നാടിനെ നടുക്കിയിരിക്കുകയാണ്. അതൊരു വലിയ ദുരന്തമായി തന്നെ മാറുകയാണ്. പരുത്തിപ്പുള്ളി കല്ലമ്പറമ്പ് വീട്ടിൽ മോഹനൻ സുനിത ദമ്പതികളുടെ 2 മക്കളിൽ മൂത്തയാളാണ് മരിച്ച ആകാശ്. മൂത്തവനായതുകൊണ്ട് തന്നെ കുറച്ചധികം സ്നേഹം കൂടുതലും അതുപോലെ ആഗ്രഹവും സ്വപ്നങ്ങളുമെല്ലാം കൂടുതലായിരുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് സഹോദരൻ ആദർശ് ഇപ്പോൾ +2 വിദ്യാർത്ഥി മാത്രമാണ്. താൻ എല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചതും എല്ലാം തന്നെ പ്രതീക്ഷകളും ഒക്കെ മരിച്ചുപോയ ആകാശിലാണ് എന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സുനിതയുടെയും മോഹനന്റെയും വിഷമം. സർക്കാർ ജോലിക്കായി തയ്യാറെടുക്കുന്ന ആകാശിലായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും. മരിച്ച സുർജിത്തും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അശ്വനും പരുത്തിപ്പുള്ളിയിലെ വീട്ടിൽ വരുന്നത് പതിവാണ്. സുഹൃത്തുക്കളായ 3 പേരും ചേർന്നാണ് ഇന്നലെ കോട്ടായി കണ്ടത്താർ ഭഗവതി ക്ഷേത്രത്തിൽ വേലയ്ക്ക് പോയത്. വേല കഴിഞ്ഞ് പരുത്തിപ്പുള്ളിയിലെ വീട്ടിലേക്ക് യാത്രക്കിടയിലായിരുന്നു അപകടം. സംസ്കാരം ഇന്നലെ വൈകിട്ട് ഐവർ മഠത്തിൽ നടത്തി. സുർജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. കരസേനയിൽ ജോലി ചെയ്ത സഹോദരൻ സുധീഷ് അരുണാചൽ പ്രദേശിൽ നിന്നും വന്നതിന് ശേഷമാകും സംസ്കാരം നടക്കുക. സുർജിത്തിന്റെ അച്ഛൻ 2 വർഷം മുൻപ് പരളി ചക്കാതറയ്ക്ക് സമീപം വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ ദീപയും സഹോദരി അശ്വതിയും ഉൾപ്പെടുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് സുർജിത്ത് തന്നെയാണ്. സുർജിത്തിന്റെ അച്ഛന്റെ മരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ വീടിന് സഹിക്കാനായിട്ടില്ല. അപ്രതീക്ഷിതമായ വാഹനാപകടമായതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോഴും ആ മരണത്തിൽ നിന്ന് കരകയറാനാകാത്തത്. ഇപ്പോഴും ആ മരണം ആ വീടിനെ പിടിച്ച് കുലുക്കിയെന്ന് പറയുന്നതിനിടയ്ക്ക് തന്നെയാണ് സുർജിത്തിന്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. അച്ഛനും വാഹനാപകടത്തിലാണ് മരിച്ചത്. അതുപോലെ തന്നെ മകന്റെ യാത്ര സംഭവിച്ചിരിക്കുന്ന ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ആ അമ്മയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം തന്നെയാണ് എന്ന് പറയാം. ബൈക്ക് മതിലിലിടിച്ച് തന്നെയാണ് ഈ അപകടമുണ്ടായത്. ഈസ്റ്റ് പരുത്തിപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് 2 യുവാക്കളാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കാണ് ഏറ്റത്. വേല കഴിഞ്ഞ് മടങ്ങിയ സുഹൃത്തുക്കളാണ് ഇന്നലെ പുലർച്ചെ 1:30 അപകടത്തിൽപ്പെട്ടത്. പെരിങ്ങോട്ടുകുറിശ്ശി പരുത്തിപ്പള്ളി കല്ലമ്പറമ്പ് വീട്ടിൽ മോഹനൻ സുനിത ദമ്പതികളുടെ മകൻ 23 വയസ്സുള്ള ആകാശും കോട്ടായി കരിയങ്കോട് സുദീപ്തിൽ സുബ്രഹ്മണ്യന്റെയും ദീപയുടെയും മകൻ സുർജിത്തുമാണ് മരിച്ചത്. കോട്ടായി പുള്ളിനെല്ലി പഴയക്കാട് കല്ലേക്കാട് വടക്കേപുരിയിൽ കൃഷ്ണദാസന്റെ മകൻ അശ്വിൻ കൃഷ്ണനെയാണ് ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.